ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 6th സ്റ്റാൻഡേർഡിലെ മാത്സ് കേട്ടോ. ഗണിതം ഭാഗം 2 ആണ് എന്താക്കുന്നത് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. പുതിയ ബുക്കൊക്കെ മാറിയില്ല, അതിലെ 2ാം പാർട്ടാണ് കേട്ടോ. അതിൽ 7ാമത്തെ പാഠമായ പണക്കണക്കുകൾ എന്ന് പറഞ്ഞ ഈ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, നോക്കാം എന്താണ് പണക്കണക്കുകൾ എന്നുള്ളത്. വിലക്കിഴിവാണ്. ഈ പരസ്യം നോക്കിയേ. ഹാൻഡ് വീവിൽ ക്രിസ്മസ് പുതുവർഷം പ്രമാണിച്ച് എല്ലാ കൈത്തറി വസ്ത്രങ്ങൾക്കും 30% വിലക്കിഴിവ്. നമ്മൾ 30%, 40% വിലക്കിഴിവ് എന്നൊക്കെ എന്താണ് കാണാറുണ്ട് അല്ലേ. ഇപ്പോൾ ടി വി വാങ്ങുകയാണെങ്കിലോ ഫോൺ വാങ്ങുകയാണെങ്കിലോ എത്ര പെർസെൻറ്റേജ് എന്താണ് വിലക്കുറവ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണലുണ്ട് അല്ലേ. അപ്പോൾ അതേപോലെ ഒരു പരസ്യമാണ് ഇവിടെ തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ 30% വിലക്കിഴിവ് എന്നാൽ എന്താ അർത്ഥം? ഇവിടെ 30% വിലക്കിഴിവ് എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇവിടെ നമുക്ക് 30% എന്താണ് വിലക്കിഴിവ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ 30% വിലക്കിഴിവ് എന്നാൽ എന്താണ് അർത്ഥം? എന്താ അതിൻ്റെ അർത്ഥം നോക്കിയേ. അപ്പോൾ 100 രൂപയ്ക്ക് വസ്ത്രങ്ങൾ ബാക്കിയാൽ 30 രൂപ കുറച്ച് 70 രൂപ കൊടുത്താൽ മതി. അതാണ് അല്ലേ. അപ്പോൾ 100 രൂപക്കാണ് നമ്മൾ വസ്ത്രം വാങ്ങുന്നതെങ്കിൽ 30% ഉള്ളത്. അപ്പം ശതമാനം എന്ന് പറഞ്ഞാൽ 100 എന്നുള്ള കണക്കല്ലേ. ഓക്കെ, അപ്പം 100 രൂപയ്ക്ക് വസ്ത്രങ്ങൾ വാങ്ങിയാൽ എന്താണ് 30 രൂപ കുറച്ച് 70 രൂപ കൊടുത്താൽ മതി അല്ലേ. അങ്ങനെയാണെങ്കിൽ 200 രൂപക്ക് വാങ്ങിയാലോ 100ന്റെ 2 മടങ്ങാണല്ലോ 200 അല്ലേ. അപ്പോൾ കിഴിവും 2 മടങ്ങാകും അല്ലേ. അപ്പം കിഴിവ് എന്താണ് 2 മടങ്ങാവും അല്ലേ. 100ന്റെ 2 മടങ്ങാണ് 200 അല്ലേ. അപ്പം 30 ഉള്ളത് എന്താവും 60 ആവും അല്ലേ. അപ്പം 30 × 2 അല്ലേ 60 ആവും അല്ലേ. അപ്പം എന്താണ് നമുക്ക് 200ൽ നിന്ന് 60 കുറയ്ക്കുക 140 രൂപ കൊടുത്താൽ മതി. ഓക്കെ, ഇങ്ങനെ ഓരോ 100 രൂപയ്ക്ക് എന്താണ് 30 രൂപ വീതം കുറയ്ക്കുന്നതിനെയാണ് എന്ത് 30% കിഴിവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ ഓരോ 100 രൂപയ്ക്ക് എന്താണ് 30 രൂപ കുറയ്ക്കുന്നതിനെയാണ് എന്ത് 30% കിഴിവ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയ വാക്കും അർത്ഥവും ഈ സംസ്കൃത ഭാഷയിലാണ് ശതം എന്നാൽ എന്താണ് 100 എന്നാണ് അർത്ഥം കേട്ടോ. മാനം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താണ് അളവ് എന്നാണ്. അപ്പോൾ 100നെ അടിസ്ഥാനമാക്കിയുള്ള അളവാണ് എന്ത് ശതമാനം. ഓക്കെ, ശതമാനം എന്ന് പറഞ്ഞാൽ 100നെ അടിസ്ഥാനമാക്കിയുള്ള അളവാണ്. ഇനി ഇവിടെ എന്താണ് പറഞ്ഞത്? ഓരോ 100 രൂപയ്ക്ക് എന്താണ് 30 രൂപ കുറയ്ക്കുന്നതിനെയാണിത് 30% കിഴിവ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇതനുസരിച്ച് പല വിലകൾക്ക് വസ്ത്രങ്ങൾ വാങ്ങിയാൽ കിട്ടുന്ന കിഴിവും കൊടുക്കേണ്ട വിലയും കണക്കാക്കി പട്ടികയിലെ സംഖ്യകൾ എഴുതാമോ എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വില നോക്കിയാൽ 500 റുപ്യാണ് അല്ലേ. അപ്പോൾ 30% അല്ലേ. അങ്ങനെ ആകുമ്പോൾ 30 × 5 എത്ര 100 ഉണ്ട് ഇതിൽ? ഈ 500ൽ എത്ര 100ആണുള്ളത്? 5 അല്ലേ. അപ്പോൾ 5നോട് ഇൻറ്റു ചെയ്യുക അല്ലേ. അപ്പം 30 × 5 150. അപ്പോൾ 500നോട് 150 കുറച്ച് എന്ത് കിട്ടും നമുക്ക് 350 കിട്ടും. ഇനി 1000 ആണെങ്കിലോ നോക്കിയാൽ ഇവിടെ 1000 എന്നാണെന്ന് വിചാരിച്ചോ. അപ്പോൾ 1000 ആണ്. അപ്പോൾ 1000ൽ എത്ര 100 ഉണ്ട്? 10 അല്ലേ. 1000ൽ എത്ര 100 ഉണ്ട് അറിയാൻ എന്താണ് ചെയ്യേണ്ടത്? ഈ 2 പൂജ്യത്തിനെ മാറ്റി വെച്ച് നോക്കുക അല്ലേ. അപ്പോൾ എത്രയാണ് 10 അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കാം 30 × 30% അല്ലേ കിഴിവ്. അപ്പോൾ നമുക്ക് എന്താക്കാം 30 × 10 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും 30 × 10 അല്ലേ. 30% അല്ലേ കിഴിവ്. അപ്പം 30% എത്രയെന്ന് കാണുകയാണ് അല്ലേ. അപ്പോൾ അതിൽ എത്ര 100 ഉണ്ട് നോക്കുക 10 അല്ലേ. അപ്പോൾ 30 × 10 300 കിട്ടും അല്ലേ. ഇനി എന്താക്കുക കൊടുക്കേണ്ട വില എന്താണ്? ഈ 1000ത്തിൽ നിന്ന് ഈ 300 കുറയ്ക്കുക അല്ലേ. അപ്പം 1000 മൈനസ് എന്താണ് 300 അല്ലേ. 1000 - 300 എത്രയാണ്? = 700 അല്ലേ. 700. ഓക്കെ, 700 എന്ന് വരും അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ് 1200 വില എന്ന് വിചാരിച്ചോ. അപ്പം 30% കിഴിവ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ കാണുക. ഈ 1200ൽ എത്ര 100 ഉണ്ട്? 2 പൂജ്യം മാറ്റി പിടിച്ച് നോക്കുക അല്ലേ. അപ്പോൾ 12 അല്ലേ. അപ്പോൾ നമുക്ക് 30 × 12 ചെയ്യാം അല്ലേ. അപ്പം 30 × 12 അല്ലേ. 30 × 12 എത്രയാണ്? 36 അല്ലേ. 360 അല്ലേ. അപ്പം 360. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ വിലക്കിഴിവ് എത്രയാണ്? 1200 360 എന്ത് വിലക്കിഴിവ് അല്ലേ. ഇനി എന്താ ചെയ്യേണ്ടത്? എത്രയാണ് കൊടുക്കേണ്ട വില? 1200 അല്ലായിരുന്നോ. അപ്പോൾ 1200 എന്താണ് 1200ൽ നിന്ന് എന്താക്കുക മൈനസ് ഈ 360 കുറയ്ക്കുക അല്ലേ. 360 കുറച്ചാൽ എന്താ കിട്ടുക? = ഓക്കെ 840 കിട്ടും അല്ലേ. അപ്പോൾ അത് ചെയ്യേണ്ട രീതി മനസ്സിലായില്ല. എത്ര 100 ഉണ്ടല്ലോ നോക്കുക, എത്ര ശതമാനമാണ് കിഴിവ് നോക്കുക. എന്നിട്ട് ആ ശതമാനം ഇൻറ്റു ഇതിൽ എത്ര 100 ഉണ്ടോ അത്ര ഇൻറ്റു ചെയ്യുക അല്ലേ. എന്നിട്ട് കിട്ടുന്ന ഉത്തരത്തിനോട് എന്താക്കുക കിഴിവാണെങ്കിൽ ഇതൊന്ന് അങ്ങോട്ട് കുറയ്ക്കുക അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടും. നെക്സ്റ്റ് എന്താണെന്ന് നോക്കിയാൽ പലിശ.
ഇനി ഈ വാർത്ത നോക്കൂ. സഹകരണ ബാങ്കുകളിൽ സ്ഥിര നിക്ഷേപത്തിന് 9% പലിശ. അല്ലെ, സഹകരണ ബാങ്കുകൾ എന്താണ്, സ്ഥിര നിക്ഷേപത്തിന് എത്രയാണ്, 9% പലിശ എന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ലെ, അപ്പോൾ ബാങ്കുകളിലും മറ്റും പണം നിക്ഷേപിച്ച് ഒരു വർഷത്തിന് ശേഷം തിരിച്ചെടുത്താൽ എന്താണ്, നിക്ഷേപിച്ച തുകയേക്കാൾ അല്പം കൂടുതൽ കിട്ടും. അല്ലെ, കൂടുതൽ കിട്ടുന്ന തുകയാണ് എന്ത്, പലിശ, ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അല്ലേ, അപ്പോൾ നമ്മൾ കുറച്ച് പൈസ ഉണ്ട് വിചാരിച്ചാൽ ആ പൈസ നമുക്ക് എന്താക്കും, ബാങ്ക് കൊണ്ടിടുക. അപ്പോൾ നമുക്ക് എന്താക്കും, ഒരു കുറച്ച് കൂടുതൽ പൈസയാണ് ഇത്ര വർഷം കഴിഞ്ഞാൽ അവർ തരിക. അല്ലേ, അതിനെയാണ് എന്ത്, ആ കൂടുതൽ തരുന്ന പൈസയാണ് എന്ത്, പലിശ എന്ന് പറയുന്നത് കേട്ടോ. മുകളിലെ ചിത്രത്തിലെ 9% എന്ന് എഴുതിയിരിക്കുന്നത് 9% എന്നതിൻ്റെ ചുരുക്കെഴുത്താണ് കേട്ടോ. അതൊക്കെ 9 പിന്നെ ശതമാനത്തിൻ്റെ ചുരുക്കെഴുത്താണ് കേട്ടോ. അത് ഒരു ബാർ ഇട്ടിട്ട് അപ്പുറത്തിപ്പുറത്തൊരു ചെറിയ പൂജ ഇടുക കേട്ടോ. അതിന് ശതമാനം എന്ന് പറയാം. ഓക്കെ, അതിൻ്റെ ശതമാനത്തിൻ്റെ ചുരുക്കെഴുത്താണത്. അല്ലേ, അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്, നിക്ഷേപിക്കുന്ന ഓരോ 100 രൂപയ്ക്കും ഒരു വർഷം കഴിയുമ്പോൾ 9 രൂപ പലിശയായി കിട്ടുമെന്നാണ്. അല്ലേ, അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന അർത്ഥം എന്താണ്, നിക്ഷേപിക്കുന്ന ഓരോ 100 രൂപയ്ക്ക് എന്താണ്, ഒരു വർഷം കഴിയുമ്പോൾ 9 രൂപ പലിശയായി കിട്ടുമെന്ന്. അതായത് ആകെ 100 കൊടുക്കുകയാണെങ്കിൽ 109 രൂപ കിട്ടും. അല്ലേ, ഇതനുസരിച്ച് 1500 രൂപ നിക്ഷേപിച്ചാൽ ഒരു വർഷം കഴിഞ്ഞ് എത്ര രൂപ തിരികെ കിട്ടും? നേരത്തെ കിഴിവ് കണക്കാക്കിയതുപോലെ പലിശയും കണക്കാക്കാമല്ലോ. ഇത് പലിശ എന്താ, നമുക്ക് കൂടുതൽ തിരികെ, അപ്പോൾ പ്ലസ് ചെയ്താൽ മതി. അല്ലേ, മറ്റേ കിഴിവ് ആകുമ്പോൾ എന്താണ്, കുറയ്ക്കുക. അപ്പോൾ ഈ 1500 നമുക്ക് എങ്ങനെ ഇത് ചെയ്യാം, നമുക്ക് 1500 രൂപയാണ് നിക്ഷേപിക്കുന്നത്, ഒരു വർഷം കഴിഞ്ഞ് എത്ര രൂപ കിട്ടുന്നത്, അപ്പോൾ 9% നമുക്ക് കിട്ടുന്നത്. അല്ലേ, അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഈ 1500 എത്ര 100 ഉണ്ട് നോക്കുക. അല്ലേ, അപ്പോൾ 15. അല്ലേ, അപ്പോൾ 15 × 9 ചെയ്യുക. അല്ലേ, അപ്പോൾ 15 × 9 എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ, 15 ഓക്കെ 15 × 9. 15 × 9 എത്രയാ, 15 × 9. അല്ലേ, 15 × 9 എത്രയാ, 135. അല്ലേ, അല്ലേ, 9 5 45 9 135. അല്ലേ, അപ്പോൾ നമുക്ക് എന്താണ്, 1500-ന് അപ്പോൾ 135 റുപ്യാണ് നമുക്ക് കിട്ടുക. അല്ലേ, അപ്പോൾ നമുക്ക് എന്താക്കുക, മൊത്തം എത്ര കിട്ടും, 1500 + 135 ചെയ്യുക. അല്ലേ, അപ്പോൾ 1500 + 135 എത്രയാണ്, 1500 + 135 = 1635 റുപ്യ കിട്ടും. അല്ലേ, അപ്പോൾ നമുക്ക് മൊത്തം എത്രയാണ്, 1500 കൊടുത്താൽ 1635 റുപ്യ കിട്ടും. ഓക്കെ, 9%ആണ് 1500-ന് കിട്ടുന്നതെങ്കിൽ. ഓക്കെ, ഇത് അവിടെ പറയുന്നില്ലേ, ഓരോ 100 രൂപയ്ക്കും 9 രൂപയാണ് ഒരു വർഷത്തെ പലിശ. 100-ന്റെ 15 മടങ്ങാണ് 1500. അപ്പോൾ 1500 രൂപയ്ക്ക് ഒരു വർഷം കിട്ടുന്ന പലിശ എത്രയാണ്, 9 × 15 135 റുപ്യ. അല്ലേ, അപ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ എന്താണ്, പലിശയും ചേർത്ത് ആകെ തുക എത്രയാണ്, 1500 + 135 എത്രയാണ്, 1635 രൂപ കിട്ടും. ഓക്കെ, ഇനി ചിലർ ഈ ബാങ്കിൽ നിക്ഷേപിച്ച തുകകൾ നോക്കൂ. ആഷ് എത്ര, 15000 രൂപയാണ്. അല്ലേ, സുമ 25000, നിഹാരിക 37500 രൂപ, വിഹാൻ 12500 രൂപ, അഹി 22500 രൂപ. അല്ലേ, ഓരോരുത്തർക്കും ഒരു വർഷം കഴിഞ്ഞ് പലിശയും ചേർത്ത് എത്ര രൂപ കിട്ടുമെന്ന് കണക്ക് കൂട്ടാനാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലേ, അപ്പോൾ ബാങ്കിൽ നിന്ന് അപ്പോൾ നോക്കിയേ, അപ്പോൾ സുമക്ക് അല്ലേ, ആഷിന് എത്രയും കിട്ടുക, 15000 എത്ര 100 ഉണ്ട്, 2 0 മാറ്റി പിടിച്ച് നോക്കുക. അല്ലേ, അപ്പോൾ 150. അല്ലേ, അപ്പോൾ 150 × ആഷിൻ്റെ ആണ് പറയുന്നത്, 150 × 9 ചെയ്യാം. ഓക്കെ, ആഷിൻ്റെത് പറയുന്നത് 150 × 9% അല്ലേ, അപ്പോൾ 150 × 9 ചെയ്യുക. അപ്പോൾ 150 × 9 എത്രയാണ്, എത്രയാണ്, 0 പിന്നെ 45 1350. 1350. അല്ലേ, 1350 എന്താക്കുന്നത്, ആഷിന് കിട്ടുക. അല്ലേ, അപ്പോൾ 1350 + 15000 ചെയ്ത് നോക്കുക. അപ്പോൾ ടോട്ടൽ അവർ എത്ര കിട്ടുന്നത് നോക്കൂ, കിട്ടും കേട്ടോ. ഓക്കെ, ആഷിന് 1350 ആണ് ഒരു വർഷം കഴിയുമ്പോൾ കിട്ടുക. അപ്പോൾ 15000 + 1350 എത്രയാണ്, 15000 + 1350 ഒക്കെ എത്ര കിട്ടും, 16350 കിട്ടും. അല്ലേ, 16350 കിട്ടും ആഷിന്. അല്ലേ, ഇനി സുമൻ്റെതോ, സുമൻ്റെ 25000 ആണ്. അല്ലേ, അപ്പോൾ 25000-ൽ നമുക്ക് എത്ര 100 ഉണ്ട് നോക്കുക. അല്ലേ, 2 0 മാറ്റി പിടിച്ച് നോക്കുക. അപ്പോൾ എത്ര, 250. അല്ലേ, അപ്പോൾ 250 × 9 ചെയ്യുക.
ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 250 × 9 ചെയ്താൽ 2250 കിട്ടും അല്ലേ? അപ്പോൾ 25,000 പ്ലസ് 2250 എത്രയാണ്? 27,250 റുപ്യ ടോട്ടൽ സുമക്ക് കിട്ടും അല്ലേ? 27,000 എത്രയാണ്? 27,250 കിട്ടും. ഓക്കെ, നിങ്ങൾ എഴുതുക കേട്ടോ. നെക്സ്റ്റ് എന്താണെന്ന് നോക്കിയേ. നിഹാരിക 37,500 ആണ് എന്താക്കുന്നത് അവിടെ ഡെപ്പോസിറ്റ് ചെയ്ത് അല്ലേ? അപ്പോൾ നിക്ഷേപിച്ചിരിക്കുന്നത്. അപ്പോൾ എത്ര 100 ഉണ്ട് നോക്കുക അല്ലേ? അപ്പോൾ എത്ര? 375 100 അല്ലേ? അപ്പോൾ 375 × 9 ചെയ്യുക. അപ്പോൾ 375 × 9 എത്രയാ? അപ്പോൾ എത്രയാണ്? 375 × 9 ചെയ്താൽ എത്രയാണ്? 3,375 റുപ്യ എന്ന് കിട്ടും കേട്ടോ. അത് നിങ്ങൾ ചെയ്യേ. അപ്പോൾ 3,375 കിട്ടുമ്പോൾ എന്താണ് നമുക്ക് അത്രയാണ് നിഹാരികക്ക് ഡെപ്പോസിറ്റ് ചെയ്തതിൽ പലിശ കിട്ടുന്നത്. അപ്പം മൊത്തം എത്ര കിട്ടുക? അവൾ നിക്ഷേപിച്ച തുകയും കൂടി കിട്ടുമല്ലോ. അപ്പോൾ 37,500 അല്ലേ? 37,500 പ്ലസ് 3,375 ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 3,375 ചെയ്താൽ 37. അപ്പം എത്ര കിട്ടുക? അപ്പം നിഹാരികൾക്ക് എത്ര കിട്ടുക? ടോട്ടൽ 40,875 അവൾ കൊടുത്ത് നിക്ഷേപിച്ച തുകയും പലിശയും കിട്ടും. നെക്സ്റ്റ് എന്താണ്? വിഹാൻ്റെതാണ് അല്ലേ? വിഹാൻ്റെ എത്രയാണ്? 12,500 രൂപയാണല്ലേ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താണ്? എത്ര? 9% എത്ര ഇങ്ങനെ കാണുക? ഇത് എത്ര 100 ഉണ്ട്? 125 അല്ലേ? അപ്പോൾ 125 × 9 ചെയ്യുക. അപ്പോൾ 125 × 9 ചെയ്താൽ എന്താ കിട്ടുക? 125 × 9 ചെയ്യാം. ഓക്കെ. അപ്പം 125 × 9 എത്ര? നമ്മൾ സൈഡിലൊന്ന് ചെയ്ത് നോക്കിയേ. എത്ര കിട്ടുക? ഓക്കെ, 1,125 കിട്ടും അല്ലേ? ഇനി ഈ 1,125 എന്താണ്? 12,500 നിങ്ങൾ പ്ലസ് ചെയ്ത് വെക്കുക അല്ലേ? 1,125 പ്ലസ് 12,500 അല്ലേ? അപ്പോൾ എന്താ കിട്ടുക നമുക്ക്? 12,500 അല്ലേ? അപ്പോൾ എത്ര കിട്ടുക? ഓക്കെ, 13,625 കിട്ടും അല്ലേ? 12,500 പ്ലസ് 1,125 പറഞ്ഞാൽ എത്രയാണ്? 13,625 കിട്ടും. നെക്സ്റ്റ് അഹി എത്രയാണ് കൊടുത്തിരിക്കുന്നത് നോക്കിയാൽ? 22,500 ആണ് അല്ലേ? അപ്പോൾ 9% ആകുമ്പോൾ എന്താണ്? 225 2 0 മാറ്റി വെക്കുക അല്ലേ? അപ്പോൾ 225 × 9 ചെയ്യാം. ഓക്കെ, 225 × 9 ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടുക? 225 × 9 എന്ന് സൈഡിൽ ചെയ്ത് നോക്കി എന്താ കിട്ടുക എന്നുള്ളത്. എത്ര കിട്ടുക? 2,025 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ 2,025 എന്ന് കിട്ടും. ഓക്കെ, 2,025 കിട്ടില്ല. ഇനി 22,500 2,025 എന്താക്കുക? കൂട്ടുക അല്ലേ? 22,500 പ്ലസ് എത്രയാണ്? 2,025 അല്ലേ? അപ്പോൾ 24,525 എന്ന് കിട്ടും കേട്ടോ. എത്രയാണ്? 24,525. ഇതാണെന്ത്? ഓളെ പൈസയും കൂടി ചേർത്തിട്ട് 22,500 ഈ ഇതും കൂടി കൂട്ടി എത്രയാണ്? 24,525 കിട്ടും. ഓക്കെ. അപ്പോൾ എന്താണ്? ഓരോരുത്തർക്കും ഒരു വർഷം കഴിഞ്ഞിട്ട് പലിശ ചേർത്തുന്ന രൂപയാണ് നമ്മൾ കണക്കാക്കി അല്ലേ? ഇനി ബാങ്കിൽ നിന്ന് കടമെടുത്താൽ എന്താണ്? തിരിച്ച് ബാങ്കിന് പലിശ കൊടുക്കേണ്ടി വരൂലേ? ഇതും ഓരോ 100 രൂപയ്ക്ക് എന്താണ്? ഒരു വർഷം ഇത്ര രൂപ എന്ന ശതമാന കണക്കിലാണ് സാധാരണ പറയുന്നത് അല്ലേ? നമ്മൾ സാധാരണ ഇപ്പോൾ ഞാൻ പറഞ്ഞത് എന്താ? ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അതിൻ്റെ പലിശ നമുക്ക് ബാങ്കുകാർ തരും. അതുമാതിരി നമുക്ക് പൈസക്ക് അർജൻറ്റ് ഉണ്ട്, നമ്മളെ കയ്യിൽ പൈസ ഇല്ല. അപ്പോൾ നമുക്ക് പൈസക്ക് അർജൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ബാങ്കിൽ നിന്ന് കടം വാങ്ങിയാൽ എന്താണ്? ഒരു ഇത്ര രൂപ ശതമാനത്തിലാണ് ഉണ്ടാക്കുന്നത് നമുക്ക് തരിക അല്ലേ? അപ്പോൾ ആ പൈസയും കൊടുക്കണം, ആ ശതമാനം എത്രയാണോ ആ പൈസയും കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ തിരിച്ച് ബാങ്കിൽ കൊടുക്കേണ്ടത്. ഇവിടെ നോക്കിയേ, ഒരു ബാങ്കിൽ നിന്ന് കാർഷിക വായ്പ കിട്ടും. ഒരു വർഷം കഴിഞ്ഞ് തിരിച്ചടയ്ക്കുമ്പോൾ എത്രയാണ്? 6% പലിശയും കൊടുക്കണം അല്ലേ? കാർഷിക വായ്പ നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു വർഷം കഴിയുമ്പോൾ എന്താണ്? 6% പലിശയും കൊടുക്കണം അല്ലേ? അപ്പോൾ 25,000 രൂപ വായ്പ വാങ്ങിയ ഒരാൾ എന്താണ്? ഒരു വർഷം കഴിഞ്ഞ് എത്ര രൂപയാണ് തിരിച്ചടയ്ക്കേണ്ടത്? 25,000 രൂപ വായ്പ വാങ്ങിയ ഒരാൾ ഒരു വർഷം കഴിഞ്ഞാൽ എത്ര രൂപ തിരിച്ചടയ്ക്കണം എന്നാണ് അല്ലേ? അപ്പോൾ നമുക്ക് എന്താ നേരത്തെ ചെയ്ത പോലെ ഓരോ 100 രൂപയ്ക്ക് എത്രയാണ്? 6% ഉണ്ടാക്കുന്നത് പലിശ അല്ലേ?
അപ്പോൾ ഇതിൽ എത്ര 100 ഉണ്ട് നോക്കുക അല്ലേ. അപ്പോൾ 2 0 മാറ്റി പിടിക്കുക. അപ്പോൾ 250 അല്ലേ. അപ്പോൾ 250 ഇൻറ്റു എന്താണ് 6 ചെയ്യുക അല്ലേ. ഓക്കെ. അപ്പോൾ 250 ഇൻറ്റു 6 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 1500 കിട്ടും അല്ലേ. അപ്പോൾ 1500 രൂപയാണ് വർഷത്തിൽ എന്താക്കുന്നത് പലിശ കൊടുക്കേണ്ടത് അല്ലേ. അപ്പോൾ നമ്മൾ വാങ്ങിയ കട എത്രയാണ്? 25000. അപ്പോൾ 25000 പ്ലസ് 1500 എത്രയാണ്? 26500. ഇത്രയും പൈസയാണ് എന്താക്കേണ്ടത് നമ്മൾ തിരിച്ച് ബാങ്ക് കൊടുക്കേണ്ടത് അല്ലേ. നോക്കൂ, ഈ പരസ്യം നോക്കൂ എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ. പരസ്യം നോക്കുക, എല്ലാ വസ്ത്രങ്ങൾക്കും 25% വിലക്കുറവ്. ഇതാണ് നമ്മളെ പരസ്യം അല്ലേ. നമ്മുടെ ഡ്രസ്സ് കടയിലൊക്കെ പോയാൽ നമുക്ക് കാണാം അല്ലേ. ഇങ്ങനെ 25% വിലക്കുറവ്, 50% വിലക്കുറവ്, പിന്നെ ഈ 75% വിലക്കുറവ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്താണ് ഈ തുണി ഷോപ്പിലാണെങ്കിലും പലയിടത്ത് പോയാലും നമുക്ക് കാണാൻ കഴിയില്ല ഇങ്ങനെ ബോർഡുകൾ. അപ്പോൾ ശ്രീഷ ഈ കടയിൽ നിന്ന് 35000 രൂപയുടെ വസ്ത്രങ്ങൾ വാങ്ങി എത്ര രൂപ കൊടുക്കണം എന്ന് ചോദിച്ചത്. അപ്പോൾ 3500 രൂപയുടെ വസ്ത്രങ്ങൾ വാങ്ങിയിരിക്കുന്നത് അല്ലേ. 3500 രൂപയുടെ വസ്ത്രങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ എത്ര രൂപയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതേപോലെ നമ്മൾ എന്താണ് ഈ കണക്ക് കൂട്ടേണ്ടത് എങ്ങനെയാണ്? അതിൽ എത്ര 100 ഉണ്ട് നോക്കുക അല്ലേ. അപ്പോൾ എത്ര 100 ഉണ്ട്? 35 അല്ലേ. അപ്പോൾ 35 ഇൻറ്റു 25 ചെയ്യുക അല്ലേ. അപ്പോൾ 35 ഇൻറ്റു 25 ചെയ്താൽ നമുക്ക് എത്ര കിട്ടുക? അപ്പോൾ നമുക്ക് എത്ര കിട്ടുക? 35 ഇൻറ്റു 25 875 കിട്ടും അല്ലേ. അപ്പോൾ 875 എന്ത് നമുക്ക് കുറവ് വരുന്നത് അല്ലേ. അപ്പം 3500 റുപ്യക്കല്ലോട് സാധനം വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ 3500 എന്താക്കുക ഈ പലിശ ഇത് കുറയ്ക്കുക അല്ലെ, ശതമാനം കുറയ്ക്കുക അല്ലേ. വിലക്കുറവാണല്ലോ. അപ്പം 3500 മൈനസ് 875 എത്ര കിട്ടി നമുക്ക്? 2625 രൂപയാണ് എന്താക്കേണ്ടത് ഈ ശ്രീഷക്ക് ഈ കടയിൽ കൊടുക്കേണ്ടത് അല്ലേ. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയേ. ഏഞ്ചലോ ടോമി ഒരു ബാങ്കിൽ നിന്ന് 45000 രൂപ കടമെടുത്ത്. ഏഞ്ചലോ ടോമി എന്താക്കി ഒരു ബാങ്കിൽ നിന്ന് 45000 രൂപ കടമെടുത്തു അല്ലേ. 12% എന്ത് പലിശ നിരക്ക്. ഓക്കെ. ഒരു വർഷം കഴിയുമ്പോൾ എത്ര രൂപയാണ് തിരിച്ചടക്കേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ എന്താണ് 45000 രൂപയാണ് എന്ത് കടമെടുത്ത് അല്ലേ. 12% എന്താക്കുന്നത് പലിശ നിരക്ക് അല്ലേ. അപ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ എത്ര രൂപ തിരിച്ചടക്കേണ്ടത്? ഒരു ബാങ്കിൽ നിന്ന് 45000 രൂപ കടമെടുത്ത് 12% പലിശ നിരക്ക്. ഒരു വർഷം കഴിയുമ്പോൾ എത്ര രൂപ തിരിച്ചടക്കണം എന്നല്ലേ. അപ്പോൾ അയാൾ വാങ്ങിയ പൈസയും കൊടുക്കണം, അതുപോലെ ആ ശതമാനത്തിൻ്റെ പൈസയും കൂടിയാണ് എന്ത് ബാങ്ക് കൊടുക്കേണ്ടത് അല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ശതമാനം കാണുക? അതിൽ എത്ര ഈ 45000 എത്ര 100 ഉണ്ട് നോക്കുക അല്ലേ. 2 0 മാറ്റി പിടിക്കുക. അപ്പോൾ 450 അല്ലേ. അപ്പോൾ 450 ഇൻറ്റു 100 ചെയ്യുക. ഓക്കെ. അപ്പോൾ എത്രയാണ്? 450 ഇൻറ്റു 12 5400 എന്ത് ഒരു വർഷത്തേക്ക് അയാൾ പലിശ കൊടുക്കേണ്ടത് അല്ലേ. അപ്പോൾ എന്താണ് പലിശയാണ് 5400. ഇനി അയാൾ മൊത്തം എത്ര തിരിച്ചു കൊടുക്കണം? 45000 പ്ലസ് 5400 ചെയ്യുക അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 50000 അല്ലേ. 50400 റുപ്യാണ് എന്താക്കേണ്ടത് തിരിച്ചു കൊടുക്കേണ്ടത് അല്ലേ. ഓക്കെ. അപ്പോൾ 45000 പ്ലസ് 5400 എത്രയാണ്? 50400 എന്താക്കേണ്ടത് അവിടെ ബാങ്കിൽ തിരിച്ചു കൊടുക്കേണ്ടത് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എന്താണ് അടുത്ത ക്വസ്റ്റ്യന്? മേഹുൽ ഓരോ മാസവും വരുമാനത്തിന് 8% ചികിത്സാ സഹായ നിധിയിലേക്ക് എന്താണ് സംഭാവന കൊടുക്കുന്നുണ്ട് അല്ലേ. ഈ മാസം രാഹുലിൻ്റെ ശതമാനം എത്രയാണ്? 75000 രൂപയാണ്. അതിൽ എത്ര രൂപയാണ് സംഭാവനയായി കൊടുക്കേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പം മേഹുൽ എന്താണ് ഓരോ മാസവും എന്താണ് വരുമാനത്തിൻ്റെ 8% എന്ത് ചികിത്സാ സഹായ നിധിയിലേക്ക് സംഭാവന കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ ഈ മാസം രാവിലെ വരുമാനം എത്ര? 75000 ആണ് അല്ലേ. അതിൽ എത്ര രൂപ സംഭാവന നടക്കേണ്ടത്? അപ്പോൾ ഇതിൽ എത്ര 100 ഉണ്ട് നോക്കുക അല്ലേ. അതിൽ 2 0 മാറ്റി വെക്കുക. അപ്പോൾ 750. അപ്പോൾ 750 ഇൻറ്റു 8 ചെയ്യാം. അപ്പം 750 ഇൻറ്റു 8 ചെയ്യാം. അപ്പോൾ 750 ഇൻറ്റു 8 എത്രയാണ്? 6000 അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ് 6000 എന്താക്കുന്നത് നിങ്ങൾ സൈഡ് ചെയ്ത് നോക്കുക കേട്ടോ. 6000 എന്ത് അവന് എന്താണ് ഈ ചികിത്സാ സഹായ നിധിയിലേക്ക് സംഭാവന കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ. ദെൻ നെക്സ്റ്റ് എന്താണെന്ന് നോക്കിയേ. യൂജിൻ എല്ലാ മാസവും വരുമാനത്തിൻ്റെ 15% മിച്ചം വെക്കുന്നുണ്ട് അല്ലേ. യൂജിൻ്റെ ജനുവരി മാസത്തെ വരുമാനം 64000 രൂപയാണ്. അതിൽ എത്ര രൂപ മിച്ചം വെക്കുന്ന ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ യൂജിന് എല്ലാ മാസവും 15% വെക്കുന്നത് അല്ലേ. അപ്പം യൂജിൻ്റെ ജനുവരി മാസം വരുമാനം എത്രയാണ് അല്ലേ. അപ്പോൾ ഇതിൽ എത്ര 100 ഉണ്ട് നോക്കുക അല്ലേ. ആ 2 0 മാറ്റി വെക്കുക. 640 അല്ലേ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? 640 ഇൻറ്റു 15 ചെയ്യുക അല്ലേ. അപ്പോൾ 640 ഇൻറ്റു 15 എത്ര നമുക്ക് കിട്ടുക? 640 ഇൻറ്റു 15 ചെയ്താൽ എന്താ കിട്ടുന്നത്? 9600 അല്ലേ. അപ്പം മോന് എത്രയാണ്? 9600. ഓക്കെ. അപ്പോൾ 9600 എന്താക്കുന്നത് ഓന്
മിച്ചം വയ്ക്കുന്നത് അല്ലേ. അപ്പോൾ 9600 എന്താക്കുന്നത് മിച്ചം വെക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ടെലിവിഷൻ ഉണ്ടാക്കുന്ന ഒരു കമ്പനി അടുത്ത മാസം മുതൽ 5% വില കുറയ്ക്കാൻ തീരുമാനിച്ചില്ലേ. ഇപ്പോൾ 45,000 രൂപ വിലയുള്ള ടെലിവിഷൻ അടുത്ത മാസം എന്ത് വിലയാകും? ഇപ്പം 45,000 ആണ് അല്ലേ. അടുത്ത മാസം എന്താണ് 5% കുറയ്ക്കാൻ തീരുമാനിച്ചത് അല്ലേ. അപ്പം നമുക്ക് എന്താക്കുക, ഈ 45,000 എത്ര 100 ഉണ്ട് നോക്കുക അല്ലേ. 2 0 മാറ്റി വെക്കുക, അപ്പം 480. ഓക്കെ, അപ്പം നമുക്ക് എന്താക്കുക 480 × 5 ചെയ്യുക അല്ലേ. 450 × 5% അല്ലേ കുറയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ 450 × 5 ചെയ്യുക. ഈക്വൽ ടു എന്ത് കിട്ടും നമുക്ക്? ഈക്വൽ ടു 2250 അല്ലേ. 2250. ഓക്കെ, അപ്പോൾ 2250 ആണ് എന്താക്കുന്നത് കുറയ്ക്കുന്നത് അല്ലേ. അപ്പോൾ 45,000 നിന്ന് എന്താക്കുക 2250 കുറയ്ക്കുക. അപ്പോൾ 45,000 മൈനസ് എന്താണ് 2250. ഓക്കെ, അപ്പോൾ എന്താ കിട്ടുക? 42,750 ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് അടുത്ത മാസം എത്രയാണ് അതാക്കുന്നത്? 45,000 മൈനസ് 2250 അല്ലേ. മൈനസ് ആണ്, മൈനസ് 2250 ഈക്വൽ ടു എത്ര കിട്ടുക? 42,750 അല്ലേ. 750 ഇത്രയാണ്. ഇതിനാണ് എന്താക്കുക അടുത്ത മാസം മുതൽ ടെലിവിഷൻ വെക്കുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം എന്താണ്? കാർ നിർമ്മിക്കുന്ന ഒരു കമ്പനി അടുത്ത മാസം 2% വില കൂട്ടാൻ തീരുമാനിച്ചില്ലേ. കാർ നിർമ്മിക്കുന്ന കമ്പനി എന്താ അടുത്ത മാസം 2% വില കൂട്ടാൻ തീരുമാനിച്ചില്ലേ. ഇപ്പോൾ എത്രയാണ്? 5,60,000 രൂപ വിലയുള്ള കാറിന് അടുത്ത മാസം എത്ര ആയിരിക്കും വില? നമ്മളെന്താ ചെയ്യല്? സാധാരണ ശതമാനം കാണാൻ അതിലെത്ര 100 ഉണ്ട് നോക്കൂല്ലേ. അതിന് 100 ഉണ്ടോ നോക്കാൻ 2 0 മാറ്റി പിടിക്കുക അല്ലേ. അപ്പോൾ എത്രയാണ്? 5,600 എന്താണ് നൂറുകളുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 5,600 × 2 ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ കിട്ടുക? 5,600 × 2 ചെയ്യുക. അപ്പോൾ 2 ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? ഈക്വൽ ടു അപ്പോൾ 5,60,000-ൻ്റെ 2% എന്ന് പറയുമ്പോൾ എത്രയാണ്? 11,200 ആണ് അല്ലേ. അപ്പോൾ എന്താക്കുക? ഈ 5,60,000 എന്താക്കുക? 11,200 കൂട്ടുകയാണ് വേണ്ടത് അല്ലേ. കൂടുകയാണ് ഇതാക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കുക? 5,60,000 ഓക്കെ പ്ലസ് എന്താണ് കൂട്ടാനല്ലേ തീരുമാനിച്ച്. അപ്പം കൂട്ടുക അല്ലേ. അപ്പോൾ എത്ര വരിക? പ്ലസ് 11,200 അല്ലേ. ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? എത്ര കിട്ടുക? 5,60,000 നിന്ന് 11,200 കൂട്ടി എത്ര കിട്ടുക? 5,71,200 അല്ലേ. 5,71,200. ഓക്കെ, മനസ്സിലായല്ലോ. ഇത്രയും റുപ്പീസാണ് എന്താക്കുക അടുത്ത വർഷം കാറ് വിൽക്കുക അല്ലേ. അടുത്ത മാസം എന്താ പറഞ്ഞാൽ അടുത്ത മാസമല്ല, അടുത്ത മാസം 5,71,200 5,60,000 ഉള്ള കാറ് വിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ടീച്ചർ അടുത്ത ഭാഗം ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇതുവരെ അടുത്ത കാര്യങ്ങൾക്ക് മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.